ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷാണ്. അനീഷ് ലേണിംഗ് അസംബ്ലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് PSC ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. പ്രവൃത്തി, ഊർജം, പവർ എന്നുള്ള ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് PSCയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പ്രവൃത്തിയും ഊർജവുമാണ്. പ്രവൃത്തിയും ഊർജവുമാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വർക്ക്, അതായത് പ്രവൃത്തിയുടെ മറ്റൊരു പേരാണ് വർക്ക് എന്ന് പറയുന്നത്. പ്രവൃത്തി ചെയ്തു എന്ന് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ ഒരു ദിശയിലേക്ക് തള്ളുമ്പോൾ ആ വസ്തു ആ തള്ളുന്ന ദിശയിലേക്ക് ചലിക്കുകയാണെങ്കിൽ അവിടെ പ്രവൃത്തി ചെയ്തു എന്ന് പറയാം. ഉദാഹരണമായി ഇപ്പോൾ ഒരു മേശയോ അല്ലെങ്കിൽ ഒരു ചെയറോ ഇരിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു. അതായത് നമ്മളൊരു ബലം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ തള്ളുമ്പോൾ ആ വസ്തു എന്ത് ചെയ്യുന്നു? ആ തള്ളുന്ന ദിശയിലേക്ക് അതിന് സ്ഥാനമാറ്റം സംഭവിക്കുകയാണെങ്കിൽ എന്ത് പറയുന്നു? അവിടെ പ്രവൃത്തി ചെയ്തു എന്ന് പറയുന്നു. മനസ്സിലായോ? ഒരു വസ്തുവിനെ ഇപ്പോൾ ഒരു മേശയോ അല്ലെങ്കിൽ ഒരു ചെയറോ ആണെങ്കിൽ അതിനെ തള്ളുന്ന ദിശയിലേക്ക് തള്ളുമ്പോൾ ആ തള്ളുന്ന ദിശയിലേക്ക് ആ വസ്തുവിന്, ഇപ്പോൾ മേശയ്ക്കാണെങ്കിൽ മേശയ്ക്ക് എന്ത് ചെയ്യുന്നു? ഇരിക്കുന്ന സ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? മാറ്റം സംഭവിക്കുകയാണെങ്കിൽ അതിനെ എന്ത് പറയുന്നു? അവിടെ പ്രവൃത്തി ചെയ്തു എന്ന് പറയുന്നു. മനസ്സിലായോ? ഇതൊരു വസ്തുവാണെന്ന് വിചാരിക്കുക. ആ വസ്തുവിൽ ഒരു ബലം പ്രയോഗിക്കുന്നു, അത് എഫ് എന്ന ബലം പ്രയോഗിക്കുന്നു. അപ്പോൾ ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണല്ലേ. ന്യൂട്ടൺ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിക്കുന്നു, അതായത് സ്ഥാനമാറ്റം സംഭവിക്കുന്നു. സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ സൂചിപ്പിക്കുന്നത് എന്താണ്? എസ് ആണ്. അപ്പോൾ ന്യൂട്ടൺ ബലം പ്രയോഗിക്കുമ്പോൾ ഒരു വസ്തുവിന് സ്ഥാനാന്തരം സംഭവിക്കുമ്പോൾ അവിടെ വർക്ക് നടന്നു എന്ന് പറയാം. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ W ആണ് അല്ലേ സൂചിപ്പിക്കുന്നത്. സ്ഥാനാന്തരത്തിന് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിന് S എന്നാണ് സൂചിപ്പിക്കുന്നത്. ഫോഴ്സിന് F എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു വസ്തുവിൽ ന്യൂട്ടൺ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് S മീറ്റർ സ്ഥാനാന്തരം സംഭവിക്കുകയാണെങ്കിൽ അവിടെ വർക്ക് ഡൺ അല്ലെങ്കിൽ വർക്ക് നടന്നു എന്ന് പറയാം. അപ്പോൾ നമ്മൾക്ക് വർക്ക് കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? W = F × S. അതായത് നമ്മൾ എന്താ ചെയ്തു? എഫ് ബലമാണ് പ്രയോഗിച്ചു അല്ലേ. ന്യൂട്ടൺ ബലം പ്രയോഗിച്ചു. അപ്പോൾ S സ്ഥാനാന്തരം സംഭവിച്ചു. അപ്പോൾ F × S എന്ന് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രവൃത്തി ചെയ്തു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ W അല്ലെങ്കിൽ വർക്ക് F × S അല്ലെങ്കിൽ FS എന്ന് പറയാം. ഇനി വർക്കിൻ്റെ അല്ലെങ്കിൽ പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ന്യൂട്ടൺ മീറ്റർ ആണ്. അപ്പം വർക്കിൻ്റെ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്തിട്ടാണ് വർക്കിൻ്റെ യൂണിറ്റ് അല്ലെങ്കിൽ പ്രവൃത്തിയുടെ യൂണിറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ന്യൂട്ടൺ മീറ്റർ ആണ് ഏതിൻ്റെ യൂണിറ്റ്? പ്രവൃത്തിയുടെ യൂണിറ്റ്. അപ്പോൾ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് ന്യൂട്ടൺ മീറ്റർ ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് അതാണ് ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ NM എന്ന് എഴുതാം. ഇനി അതുപോലെ തന്നെ വർക്കിൻ്റെ അല്ലെങ്കിൽ പ്രവൃത്തിയുടെ മറ്റൊരു യൂണിറ്റാണ് ജൂൾ എന്നറിയപ്പെടുന്നത്. വർക്കിൻ്റെയും മറ്റൊരു യൂണിറ്റ് അറിയപ്പെടുന്നത് ഏതാണ്? ജൂളാണ്. അപ്പോൾ പ്രവൃത്തിയുടെ യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയാം, അതുപോലെ ജൂൾ എന്ന് പറയാം. പ്രവൃത്തിയുടെ യൂണിറ്റുകൾ ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ, ഇത് രണ്ടും പ്രവൃത്തിയുടെ യൂണിറ്റാണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ പ്രവൃത്തിയുടെയും ഊർജ്ജത്തിൻ്റെയും യൂണിറ്റ് ഏതാണ്? ജൂളാണ്. പ്രവൃത്തിയുടെയും ഊർജ്ജത്തിൻ്റെയും യൂണിറ്റ് ജൂളാണ്. ഈ പ്രവൃത്തിയുടെയും ഊർജ്ജത്തിൻ്റെയും യൂണിറ്റ് ജൂൾ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന ശാസ്ത്രജ്ഞൻ്റെ ഓർമ്മയ്ക്കായാണ്. എന്താണ്? പ്രവൃത്തിയുടെയും ഊർജ്ജത്തിൻ്റെയും യൂണിറ്റ് ജൂൾ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന ശാസ്ത്രജ്ഞൻ്റെ ഓർമ്മയ്ക്കായാണ്. അടുത്തതായി ഇപ്പോൾ നമ്മൾ മുമ്പിൽ പറഞ്ഞത് എന്താണ്? പ്രവൃത്തിയുടെ കാര്യം പറഞ്ഞത് ഒരു വസ്തുവിനെ ഒരു ദിശയിലേക്ക് തള്ളുകയാണെന്ന് പറഞ്ഞു അല്ലേ. ഇനി അടുത്തതായി വരുന്നത് ഒരു വസ്തുവിനെ H മീറ്റർ ഉയരത്തിൽ ഉയർത്തുമ്പോൾ, അപ്പോൾ മുകളിലേക്ക് ഉയർത്തുമ്പോൾ അപ്പോൾ എന്താ അവിടെ ബലം അനുഭവപ്പെടുന്നുണ്ട്? ഗുരുത്വാകർഷണ ബലമുണ്ട് അല്ലേ. ആ ഗുരുത്വാകർഷണ ബലത്തിന് എതിരെയുള്ള പ്രവൃത്തി എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ H മീറ്റർ ഉയരത്തിലാണോ ഉയർത്തുന്നത് അല്ലേ. അപ്പോൾ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ W ആണ്. W = mgh. അതായത് M എന്ന് പറഞ്ഞാൽ എന്താണ്? മാസാണ്. ആ വസ്തുവിൻ്റെ മാസാണ്, ഭാരമാണ്. അതുപോലെ തന്നെ G എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരുത്വാകർഷണ ത്വരണമാണ്. G എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ ത്വരണമാണ്. H എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ്. നമ്മൾ എത്ര ഹൈറ്റാണോ ഉയർത്തുന്നത് അതാണ് H എന്ന് പറയുന്നത്. അപ്പോൾ പ്രവൃത്തി അല്ലെങ്കിൽ പ്രവൃത്തി സമം mgh ആണ്. M എന്ന് പറഞ്ഞാൽ മാസാണ്, G എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണ ത്വരണമാണ്, H എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈറ്റാണ്. ഓക്കെ അല്ലേ. ഇനി ഗുരുത്വാകർഷണ ത്വരണം എന്ന് പറയുന്നത് 9.8 m/s² ആണ്. മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണത്.
ഗുരുത്വാകർഷണ ത്വരണം എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9.8 മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കും. നമ്മൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു വസ്തുവിനെ ഒരു ദിശയിലേക്ക് തള്ളുമ്പോൾ നടക്കുന്ന പ്രവൃത്തിയെ എന്ത് പറഞ്ഞു? അപ്പോൾ പ്രവൃത്തി സമം കണ്ടുപിടിക്കാനുള്ളത് F×S അല്ലെങ്കിൽ FS എന്ന് പറയും. W=F ഫോഴ്സ്, നമ്മൾ ബലം കൊടുക്കുന്നത്, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് അടുത്തതായിട്ട് എന്താ പറഞ്ഞത്? ഒരു വസ്തുവിനെ ഉയരത്തിലേക്ക് ഉയർത്തുമ്പോൾ, മീറ്റർ ഉയരത്തിൽ ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടും അല്ലേ? ആ ഗുരുത്വാകർഷണ ബലത്തിന് എതിരെയുള്ള പ്രവൃത്തിയെ കണ്ടുപിടിക്കാനുള്ളതാണ് W=mgh എന്ന് പറഞ്ഞു അല്ലേ? W= അല്ലെങ്കിൽ പ്രവൃത്തി സമം എന്താണ്? mgh ആണ്. M എന്ന് പറഞ്ഞാൽ മാസാണ്, G എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണ ത്വരണമാണ്, H എന്ന് പറഞ്ഞാൽ ഉയരമാണ്. ഓക്കെ അല്ലേ? ഒരു വസ്തുവിനെ മീറ്റർ ഉയരത്തിൽ ഉയർത്തുമ്പോൾ അനുഭവപ്പെടുന്ന പ്രവൃത്തി എന്താണ്? ഗുരുത്വാകർഷണ ബലത്തിനെതിരെ അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലത്തിനെതിരെയുള്ള പ്രവൃത്തി കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് W=mgh എന്ന് അറിയപ്പെടുന്നത്. M എന്ന് പറഞ്ഞാൽ മാസാണെന്ന് പറഞ്ഞു, G എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണ ത്വരണമാണ്, H എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ് അല്ലേ? അപ്പോൾ ഗുരുത്വാകർഷണ ത്വരണം എന്ന് പറയുന്നത് എത്രയാണ്? 9.8 മീറ്റർ/സെക്കൻഡ് ആണ്. അടുത്തതായി നമ്മുടെ പ്രവൃത്തി 3 തരം പ്രവൃത്തിയാണുള്ളത്. എത്ര തരം പ്രവൃത്തിയുണ്ട്? 3 തരം പ്രവൃത്തിയാണുള്ളത്. ഒന്ന് പോസിറ്റീവ് പ്രവൃത്തി, രണ്ടാമത് നെഗറ്റീവ് പ്രവൃത്തി, മൂന്നാമത് സീറോ പ്രവൃത്തി. അപ്പം 3 തരം പ്രവൃത്തി ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത് പോസിറ്റീവ് പ്രവൃത്തി, രണ്ടാമത് നെഗറ്റീവ് പ്രവൃത്തി, മൂന്നാമതായി സീറോ പ്രവൃത്തി. നമ്മൾ പോസിറ്റീവ് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മളൊരു വസ്തുവിനെ ഒരു ദിശയിലേക്ക് തള്ളുമ്പോൾ ആ ദിശയിലേക്ക്, അതേ ദിശയ്ക്ക് തന്നെ ആ വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കുന്നതിനെയാണ് പോസിറ്റീവ് പ്രവൃത്തി എന്ന് പറയുന്നത് അല്ലേ? നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ അതേ ദിശയ്ക്ക് തന്നെ, ആ കൊടുക്കുന്ന ബലത്തിന് അതേ ദിശയിൽ തന്നെ എന്ത് ചെയ്യുന്നു? ആ വസ്തുവിന് സ്ഥാനങ്ങൾ മാറ്റം സംഭവിക്കുകയാണെങ്കിൽ പോസിറ്റീവ് പ്രവൃത്തി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു മേശയോ കസേരയോ തള്ളുകയാണെങ്കിൽ അത് ആ ദിശയ്ക്ക് നീങ്ങുന്നതിനെ എന്ത് പറയാം? ഏത് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്താം? പോസിറ്റീവ് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്താം. അതേസമയം നെഗറ്റീവ് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ബലം കൊടുക്കുമ്പോൾ അതിന് എതിർ ദിശയിൽ എന്ത് സംഭവിക്കുന്നു? പ്രവൃത്തി സംഭവിക്കുകയാണെങ്കിൽ അതിനെ നെഗറ്റീവ് പ്രവൃത്തി എന്ന് പറയുന്നു. അതായത് ഒരു ബലം കൊടുക്കുമ്പോൾ അതിൻ്റെ എതിർ ദിശയിലാണ് അതിന് ചലനം സംഭവിക്കുന്നതെങ്കിൽ എന്ത് പറയുന്നു? നെഗറ്റീവ് പ്രവൃത്തി എന്ന് പറയുന്നു. ഉദാഹരണമായി ഒരു ബോൾ നമ്മൾ ചുമരിലേക്ക് വലിച്ചെറിയുമ്പോൾ അത് തിരിച്ച് നമ്മളുടെ ദിശയ്ക്ക് തന്നെ വരുന്നില്ലേ? അപ്പോൾ അതൊരു ഉദാഹരണമായി പറയാം. അതുപോലെ തന്നെ വടംവലി എന്ന് പറയുമ്പോൾ വടംവലി നമ്മളെ ബാക്കിലേക്ക് വലിക്കുന്ന സമയത്ത് നമ്മുടെ എതിർ ദിശയിലുള്ളവർ എന്ത് ചെയ്യും? അങ്ങോട്ട് വലിക്കും. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുന്നതിന് എന്ത് പറയാം? നെഗറ്റീവ് പ്രവൃത്തിയായിട്ട് നമുക്ക് ഉദാഹരണമായി പറയാം. ഇനി അടുത്തത് സീറോ പ്രവൃത്തിയാണ്. സീറോ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ചുമരിനെ, ഒരു ഭിത്തിനെ തള്ളുമ്പോൾ, തള്ളി നീക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഭിത്തിക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, അവിടെ ഒരു പ്രവൃത്തി നടക്കുന്നില്ലല്ലോ. അപ്പോൾ അതിന് എന്ത് പറയാം? നമുക്ക് സീറോ പ്രവൃത്തി എന്ന് പറയും. ഒരു ഭിത്തിനെ തള്ളി നീക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഭിത്തിക്ക് ഒരു മാറ്റവും സംഭവിക്കാതിരിക്കുന്നതിന് എന്താണ് പറയുന്നത്? സീറോ പ്രവൃത്തി എന്ന് പറയും. അപ്പോൾ പ്രവൃത്തി എത്ര തരമുണ്ട്? 3 തരമുണ്ട്. ഒന്ന് പോസിറ്റീവ് പ്രവൃത്തി, നെഗറ്റീവ് പ്രവൃത്തി, സീറോ പ്രവൃത്തി. അടുത്തതായി വരുന്നത് ഊർജ്ജമാണ്. അപ്പം ഒരു പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്? ഊർജ്ജം എന്ന് പറയുന്നത്. ഒരു പ്രവൃത്തി, ഒരു വർക്ക് ചെയ്യുവാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്? ഊർജ്ജം എന്ന് പറയുന്നത്. പ്രവൃത്തിയുടെ അളവും ഊർജ്ജത്തിൻ്റെ അളവും തുല്യമായിരിക്കും. നമ്മൾ അപ്പോഴേ പറഞ്ഞല്ലോ, പ്രവൃത്തിയുടെ യൂണിറ്റും ഊർജ്ജത്തിൻ്റെ യൂണിറ്റും ജൂളാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ പ്രവൃത്തിയുടെ അളവും ഊർജ്ജത്തിൻ്റെ അളവും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഒരു പ്രവൃത്തി ചെയ്യുന്നത് എത്രയാണോ അത് തന്നെയായിരിക്കും എന്ത്? ഊർജ്ജം എന്ന് പറയുന്നത്. നമ്മൾ ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ജൂളാണെന്ന് പറഞ്ഞു അല്ലേ? അത് ഈ ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ജൂള് വരുന്നത് SI യൂണിറ്റ് സമ്പ്രദായ പ്രകാരമാണ്. അപ്പോൾ യൂണിറ്റുകളുടെ സമ്പ്രദായമാണ് ഒരു SI യൂണിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ CGS യൂണിറ്റ് സമ്പ്രദായമുണ്ട്. അപ്പോൾ വേറൊരു സമ്പ്രദായമാണ് ഏത്? ഈ യൂണിറ്റുകളുടെ മറ്റൊരു സമ്പ്രദായം, യൂണിറ്റുകൾ തീരുമാനിക്കുന്ന ഒരു സമ്പ്രദായമാണ് CGS യൂണിറ്റ് എന്ന് പറയുന്നത്. അതപ്പോൾ ഊർജ്ജത്തിൻ്റെ CGS യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എർഗാണ്. ഊർജ്ജത്തിൻ്റെ CGS യൂണിറ്റ് ഏതാണ്? എർഗാണ്. ഊർജ്ജത്തിൻ്റെ SI യൂണിറ്റ് ആണെങ്കിൽ ജൂളാണ്, CGS യൂണിറ്റ് ആണെങ്കിൽ എർഗാണ്. ഒരു ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ എർഗാണ്. ഒരു ജൂൾ എന്ന് പറയുന്നത് 10⁻7 എർഗാണ്, അല്ലെങ്കിൽ 10⁻7 എർഗാണ്. അപ്പോൾ ഊർജ്ജത്തിൻ്റെയും പ്രവൃത്തിയുടെയും SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. ഓക്കെ, ഊർജ്ജത്തിൻ്റെയും പ്രവൃത്തിയുടെയും SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. ഊർജ്ജത്തിൻ്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് എർഗാണ്. അതുപോലെ ഒരു ജൂൾ എന്ന് പറയുന്നത് 10⁻7 എർഗ് ആണ്. അടുത്തത് ഊർജ്ജത്തിനെ 2ആയി തരംതിരിക്കാം. ഊർജ്ജം 2 തരം ഊർജ്ജമാണ്. ഒന്നാമത് ഗതികോർജ്ജം, രണ്ടാമതായി സ്ഥിതികോർജ്ജം. ഗതികോർജ്ജം എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജിയാണ്. ഗതികോർജ്ജം കൈനറ്റിക് എനർജി, അതായത് ഒരു വസ്തുവിൻ്റെ സ്ഥാനമാറ്റം മൂലം സംഭവിക്കുന്ന, അതായത് ചലനം മൂലം ഉണ്ടാകുന്ന ഊർജ്ജത്തിനെയാണ് എന്ത് പറയുന്നത്? ഗതികോർജ്ജം പറയുന്നത്.
ഒരു വസ്തുവിന് അതിൻ്റെ ചലനം മൂലം ലഭിക്കുന്ന ഊർജ്ജത്തിനെയാണ് എന്ത് പറയുന്നത്? ഗതികോർജ്ജം എന്ന് പറയുന്നത്. അടുത്തതായി വരുന്നത് സ്ഥിതികോർജ്ജമാണ്. അപ്പോൾ സ്ഥിതികോർജ്ജം എന്ന വാക്കിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത് മൂലം, അതായത് സ്ഥാനം മൂലം ലഭിക്കുന്ന എനർജിനെയാണ് എന്ത് പറയുന്നത്? സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ പൊസിഷൻ മൂലം അല്ലെങ്കിൽ സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജ്ജത്തിനെയാണ് സ്ഥിതികോർജ്ജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് അറിയപ്പെടുന്നത്. ഇനി ഗതികോർജ്ജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ½ mv². കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജ്ജം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ½ mv² ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് അല്ലെങ്കിൽ പിണ്ഡം, വസ്തുവിൻ്റെ ഭാരം എന്നൊക്കെ പറയാം. വി എന്ന് പറഞ്ഞാൽ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി. എന്താണ് വി എന്ന് പറയുന്നത്? പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റിയാണ് എന്ത് പറയുന്നത്? കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ഗതികോർജ്ജം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ½ mv² ആണ്. അടുത്തത് സ്ഥിതികോർജ്ജം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? mgh ആണ്. എം എന്ന് പറഞ്ഞാൽ മാസാണ്, ജി എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണ ത്വരണം, എച്ച് എന്ന് പറഞ്ഞാൽ ഉയരമാണ്. അപ്പം പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ സ്ഥിതികോർജ്ജം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ mgh ആണ്. ഗുരുത്വാകർഷണ ത്വരണം എത്രയാണ്? 9.8 m/s² ആണ്. ഗുരുത്വാകർഷണ ത്വരണം 9.8 m/s². അടുത്തതായി വസ്തുവിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് സ്ഥിതികോർജ്ജം കൂടുന്നു. വസ്തുവിൻ്റെ ഉയരം കൂടുമ്പോൾ സ്ഥിതികോർജ്ജം കൂടുന്നു. അതുപോലെ വസ്തുവിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഗതികോർജ്ജം കുറയുന്നു. സ്ഥിതികോർജ്ജമാണെങ്കിൽ ഉയരം കൂടുമ്പോൾ കൂടുന്നു, ഗതികോർജ്ജമാണെങ്കിൽ കുറയുന്നു. ഇനി വസ്തുവിൻ്റെ ഉയരം കുറയുന്നതിനനുസരിച്ച് സ്ഥിതികോർജ്ജം, സ്ഥിരമായിട്ടുള്ള ഊർജ്ജം, സ്ഥിതികോർജ്ജം എന്ത് ചെയ്യുന്നു? കുറയുന്നു. വസ്തുവിൻ്റെ ഉയരം കുറയുന്നതിനനുസരിച്ച്, ഹൈറ്റ് കുറയുന്നതിനനുസരിച്ച് ഗതികോർജ്ജം കൂടുന്നു. നമുക്ക് എങ്ങനെ ഊഹിച്ചാൽ മതി? നല്ല ഉയരത്തിൽ നിന്ന് ഒരു വസ്തുവിനെ താഴേക്കിടുമ്പോൾ അതിൻ്റെ ഉണ്ടാകുന്ന ഫലം എത്രയാണ്? വലുതാണ്. അതുപോലെ ഏറ്റവും അടുത്തുനിന്ന് ഇടുകയാണെങ്കിൽ എന്തായിരിക്കും? കുറവായിരിക്കും അല്ലേ? അപ്പോൾ അത് ഓർത്താൽ മതി. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു വസ്തുവിനെ, ഗതികോർജ്ജം എന്ന് പറയുന്നതിൽ എന്താണ്? ഒരു വസ്തുവിനെ അടുത്തു നിന്ന് എറിയുന്ന സമയത്ത് എന്തായിരിക്കും? അല്ലെങ്കിൽ താഴെ നിന്ന് എറിയുന്ന സമയത്ത് വേഗത കൂടുതലായിരിക്കും. അതേസമയം ഉയരത്തിൽ നിന്ന് എറിയണം, ഏറ്റവും നല്ല ഉയരത്തിൽ പോയി എറിയുകയാണെങ്കിൽ എന്തായിരിക്കും? വേഗത കുറവായിരിക്കും. ഓക്കെ അല്ലേ? ഒരു വസ്തുവിൻ്റെ ഉയരം കൂടുന്തോറും സ്ഥിതികോർജ്ജം കൂടുന്നു, ഗതികോർജ്ജം കുറയുന്നു. വസ്തുവിൻ്റെ ഉയരം കുറയും തോറും എന്ത് സംഭവിക്കുന്നു? സ്ഥിതികോർജ്ജം കുറയുന്നു, ഗതികോർജ്ജം കൂടുന്നു. ഇത് തിരിച്ചു മറിച്ചുവാണെന്ന് ഓർത്താൽ മതി, അതായത് വയസ്സാണെന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഊർജ്ജത്തിൽ 2 തരം ഉണ്ടെന്ന് പറഞ്ഞു, ഗതികോർജ്ജം, സ്ഥിതികോർജ്ജം. ഗതികോർജ്ജം എന്ന് പറഞ്ഞാൽ ചലനം മൂലം, അതാണ് ഓടുന്നത് മൂലം, ചലനം മൂലം ലഭിക്കുന്ന ഊർജ്ജത്തിനെയാണ് ഗതികോർജ്ജം എന്ന് പറയുന്നത്. സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത് ഒരു വസ്തു സ്ഥിരമായിരിക്കുന്ന അല്ലെങ്കിൽ വസ്തുവിൻ്റെ സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. ഉയരം കൂടും തോറും എന്ത് ചെയ്യുന്നു? സ്ഥിതികോർജ്ജം കൂടുന്നു. ഉയരം കുറയും തോറും സ്ഥിതികോർജ്ജം കുറയുന്നു. അതുപോലെ തന്നെ ഗതികോർജ്ജം, ഉയരം കൂടും തോറും ഗതികോർജ്ജം കുറയുന്നു, സ്ഥിതികോർജ്ജം കൂടുന്നു. അത് ഓർക്കുക. പിന്നെ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി, ഗതികോർജ്ജം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ½ mv² ആണ്. അതുപോലെ പൊട്ടൻഷ്യൽ എനർജി, സ്ഥിതികോർജ്ജം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ mgh ആണ്. ഓക്കെ അല്ലേ? അടുത്തതായി ഊർജ്ജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ തോമസ് യങ് ആണ്. ഊർജ്ജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. അതുപോലെ തന്നെ ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അതുപോലെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ആവിഷ്കരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. എന്തൊക്കെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആവിഷ്കരിച്ചത്? ഊർജ്ജ സംരക്ഷണ നിയമവും അതുപോലെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആവിഷ്കരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അടുത്തതായി ഈ ഭാഗത്തിൽ പഠിക്കാനുള്ളത് പവറാണ്. പവർ എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ എന്നറിയപ്പെടുന്നത്. പവർ എന്ന് പറയുന്നത് എന്താണ്? പ്രവൃത്തിയുടെ നിരക്ക്, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് സമയത്തിനുള്ളിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ത് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് സമയത്തിനുള്ളിൽ ചെയ്യുന്ന പ്രവൃത്തിനെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തി ബൈ സമയമാണ്. പവർ കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്താണ്? പ്രവൃത്തിയെ സമയം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പവർ കിട്ടും അല്ലേ? പ്രവൃത്തി എന്ന് പറഞ്ഞാൽ W, അല്ലെങ്കിൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? W ആണ്. സമയം എന്ന് പറയുമ്പോൾ T ആണ് അല്ലേ? അപ്പോൾ W/T എന്നാണ്. P=W/T എന്നാണ്. പവർ എന്താണ്? പ്രവൃത്തി ബൈ സമയമാണ്. ഇനി പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജൂൾ/സെക്കൻഡ് ആണ്. അതായത് വർക്കിൻ്റെ അല്ലെങ്കിൽ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. സമയത്തിൻ്റെ ആണെങ്കിലോ സെക്കൻഡ് ആണ് അല്ലേ? അപ്പോൾ ജൂൾ/സെക്കൻഡ് ആണ് ഏതിൻ്റെ യൂണിറ്റ് വരുന്നത്? പവറിൻ്റെ യൂണിറ്റ്. പവറിൻ്റെ മറ്റൊരു യൂണിറ്റാണ് വാട്ട് എന്ന് പറയുന്നത്. പവറിൻ്റെ മറ്റൊരു യൂണിറ്റ് നമ്മൾ ബൾബിലൊക്കെ കാണാറില്ലേ? എത്ര വാട്ട് പവർ എന്ന് പറയുന്നത്. അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ട്. മറ്റൊരു യൂണിറ്റാണ് വാട്ട്. പവറിൻ്റെ യൂണിറ്റ് ജൂൾ/സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റ് വാട്ടാണ്. അടുത്തതായി പവറിൻ്റെ മെക്കാനിക്കൽ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് കുതിരശക്തി അല്ലെങ്കിൽ ഹോഴ്സ് പവറാണ്. പവറിൻ്റെ മെക്കാനിക്കൽ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? കുതിരശക്തി അല്ലെങ്കിൽ ഹോഴ്സ് പവറാണ്. നമ്മൾ ഈ മോട്ടറുകൾക്കൊക്കെ യൂസ് ചെയ്യുന്നത് വലിയ
അതിന് ഉപയോഗിക്കുന്നതാണ് കുതിരശക്തിയാണ്. വലിയ പവറുകൾക്ക് ഉപയോഗിക്കുന്നത് കുതിരശക്തി. അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജൂൾ പെർ സെക്കൻഡ് ആണ്. അല്ലെങ്കിൽ പവറിൻ്റെ മറ്റൊരു യൂണിറ്റ് എന്നറിയപ്പെടുന്നത് വാട്ടാണ്. പവറിൻ്റെ മെക്കാനിക്കൽ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? കുതിരശക്തിയാണ്. ഒരു കുതിരശക്തി എന്ന് പറയുന്നത് 746 വാട്ടാണ്. ഒരു കുതിരശക്തി എന്നറിയപ്പെടുന്നത് 746 വാട്ടാണ്. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പ്രവൃത്തി, ഊർജം, അതുപോലെ പവർ. അപ്പോൾ പ്രവൃത്തി എന്താണെന്ന് പഠിച്ചു. ഏതൊക്കെ തരം പ്രവൃത്തിയാണ്? സീറോ പ്രവൃത്തി, അതായത് പോസിറ്റീവ് പ്രവൃത്തി, നെഗറ്റീവ് പ്രവൃത്തി എന്ന് പഠിച്ചു. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കാര്യങ്ങളും പഠിച്ചു. അതുപോലെ തന്നെ ഊർജം ഏതൊക്കെയുണ്ടെന്ന് പഠിച്ചു. കൈനറ്റിക് എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും പഠിച്ചു അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സമവാക്യങ്ങളും പഠിച്ചു. അതുപോലെ തന്നെ ഊർജ്ജ സംരക്ഷണ നിയമം പഠിച്ചു. പിന്നെ അടുത്തായി പഠിച്ച എന്താണ്? പവറാണ്. പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും പവറിൻ്റെ യൂണിറ്റുകളും അതെല്ലാം പഠിച്ചു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം.